നമസ്കാരം, ആനന്ദ് ന്യൂസിലേക്ക് സ്വാഗതം. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയെ മതാധിഷ്ഠിത ഏകാധിപത്യ രാജ്യമാക്കി മാറ്റാനുള്ള സംഘപരിവാർ നീക്കത്തിന് ആക്കം കൂട്ടുന്ന തീരുമാനങ്ങളാണ് കേന്ദ്ര BJP സർക്കാരിൽ നിന്ന് നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ വലിയ സവിശേഷത 5 വർഷം കൂടുമ്പോൾ നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പുകളാണ്. ഭരണഘടനാ സ്ഥാപനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നത്. തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ സർക്കാരുകൾക്ക് നേരിട്ടിടപെടാനുള്ള ഒരവകാശവുമില്ല. സ്വതന്ത്രമായി തീരുമാനമെടുക്കാൻ അധികാരമുള്ള സ്ഥാപനമാണ് കമ്മീഷൻ. കോടതികൾക്ക് പോലും കമ്മീഷൻ തീരുമാനങ്ങളിൽ ഇടപെടാൻ പരിമിതികളുണ്ട്. ഇങ്ങനെ തികച്ചും സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലും നോക്കുകുത്തിയാക്കി തങ്ങളുടെ വരുതിയിലാക്കിയതാണ് BJP സർക്കാരിൻ്റെ 10 വർഷത്തെ നേട്ടം. തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് രേഖകൾ പരസ്യപ്പെടുത്തേണ്ടതില്ലെന്ന ചട്ട ഭേദഗതി ജനാധിപത്യ സംവിധാനത്തിന്റെ സുതാര്യത ഇല്ലാതാക്കുന്നതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളുമായി ആലോചിച്ച് നടപ്പാക്കിയതാണ് വെബ്കാസ്റ്റിംഗ് ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് സംവിധാനം. പോളിംഗ് ബൂത്തിലെ വോട്ടർമാരുടെ നിര, സ്ഥാനാർത്ഥികളുടെ പോക്ക് വരവ്, ബൂത്തിലുണ്ടാകുന്ന മറ്റു പ്രശ്നങ്ങളെല്ലാം റെക്കോർഡ് ചെയ്യപ്പെടും. ഇത് സ്ഥാനാർത്ഥികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും വോട്ടർമാർക്കും ലഭ്യമാകുന്ന രേഖകളാണ്. എന്നാൽ ഇതൊന്നും ഇനി പരസ്യപ്പെടുത്തേണ്ടതില്ലെന്നാണ് കേന്ദ്ര സർക്കാർ ഏകപക്ഷീയമായി കൊണ്ടുവരുന്ന ഭേദഗതി. കമ്മീഷനുമായി ആലോചിച്ചാണ് ചട്ട ഭേദഗതി എന്നാണ് കേന്ദ്രം അവകാശപ്പെടുന്നത്. വീഡിയോ ചിത്രീകരണം അടക്കമുള്ള ഡിജിറ്റൽ സംവിധാനങ്ങൾ നടപ്പാക്കിയത് മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളുടെയും അഭിപ്രായം സ്വീകരിച്ചിട്ടാണ്. ഇത് മാറ്റം വരുത്തുമ്പോഴും രാഷ്ട്രീയ പാർട്ടികളുമായി ആലോചിക്കാനുള്ള സാമാന്യ മര്യാദ കമ്മീഷൻ കാണിക്കേണ്ടതാകുന്നു. തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള പങ്കാളിത്തം പൂർണ്ണമായും ഇല്ലാതാക്കുന്നതാണ് പുതിയ നിലപാട്. തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് സുപ്രധാന സ്ഥാനം ഉണ്ടെന്നിരിക്കെ അവരെ പൂർണ്ണമായും അവഗണിക്കുന്നത് ഏകാധിപത്യത്തിലേക്കുള്ള ചുവടുവയ്പായേ കാണാൻ കഴിയൂ. ഭരണഘടനയ്ക്ക് നേരെയുള്ള മോദി സർക്കാരിൻ്റെ കടന്നാക്രമണത്തിൻ്റെ ഭാഗം തന്നെയാണ് തെരഞ്ഞെടുപ്പ് ചട്ട ഭേദഗതിയും. ഭരണഘടനാ ശില്പിയായ BR അംബേദ്കർ ഉൾപ്പെടെ ഇകഴ്ത്തി കാണിക്കുന്ന BJP മനുസ്മൃതി അടിസ്ഥാനമാക്കിയുള്ള ഭരണഘടനയാണ് ലക്ഷ്യമിടുന്നതെന്ന് വ്യക്തം. രാജ്യമാകെ ഒറ്റ തെരഞ്ഞെടുപ്പും ഏക സിവിൽ കോഡും ഒരു ഭാഷയുമെല്ലാം RSSന്റെ മതരാഷ്ട്ര സ്ഥാപനത്തിനു വേണ്ടിയുള്ളതാണ്. ഇതിനെതിരെ ജനങ്ങളാകെ ഉണർന്നെഴുന്നേറ്റില്ലെങ്കിൽ വൻ വിപത്താണ് രാജ്യം നേരിടാൻ പോകുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ആനന്ദ് ന്യൂസ് അവസാനിക്കുന്നു. നന്ദി.